അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പോളൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പോളയാണ് കേട്ടോ, പാലും പഴവും സേമിയൊക്കെ ചേർത്തിട്ട് മലബാർ സ്പെഷ്യൽ പോളയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടാലോ. ഫസ്റ്റ് തന്നെ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇതാ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ചപ്പോൾ ഞാനിതാ അതിലേക്ക് ഇതാ ഈ ഒരു ഗ്ലാസ് നിറച്ച് സേമി എടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചൊക്കെ നിങ്ങൾക്കും പഞ്ചസാര കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാനിതവിടെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലൊക്കെ കുറുകി ആയി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി അത് അങ്ങനെ തണുക്കുമ്പോൾ ഒന്നും കൂടെ ടൈറ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതാ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പഴം കൂടി ചേർക്കുന്നുണ്ട്, അതൊക്കെ ഇതിലൊന്ന് വറുത്ത് കോരി എടുക്കണം, ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം നെയ്യിൻ്റെ പാത്രത്തിൽ നിന്ന് അത് ഇങ്ങോട്ട് കിട്ടാനുള്ള ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ അടിയിൽ കുറച്ചേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ആ ചട്ടിയിൽ ഒന്ന് ചൂടാക്കാൻ വെച്ചപ്പോൾ അത് ഇങ്ങോട്ട് മെൽറ്റ് ആയിട്ട് വന്നു കേട്ടോ. പിന്നെ ഇതാ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അതൊന്ന് വറുത്ത് കോരി മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതേ നെയ്യിലേക്ക് ഞാനിതാ ഒരു 2 പഴം ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നമ്മൾ പഴം വാട്ടിയെടുക്കണ പോലെ തന്നെ ഒന്ന് വാട്ടിയെടുത്താൽ അതും കഴിഞ്ഞു കേട്ടോ. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഞാൻ 4 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കും ഞാൻ ഒരു 2 സ്പൂണ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച ഐറ്റംസ് ഇല്ലേ 2 എണ്ണം, ഇതിന് ഒരാളെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ പഴം വാട്ടിയത് നമ്മൾ ഈ മുട്ടൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ കുറുകാൻ വെച്ചിട്ടുള്ള സേമിയില്ലേ അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ആ നെയ്യൊക്കെ വാട്ടിയിട്ട് അതേ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ. എന്നിട്ട് അതൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാനിതാ ഈ ഒരു മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. പോളാക്കി എടുക്കണ്ടേ നമുക്കിതിനെ. അപ്പോൾ ഞാനിതാ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പില്ലേ അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് മുന്തിരി ഉണ്ടെങ്കിൽ അതും ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പം എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ തീയൊക്കെ കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അടിയൊക്കെ അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഞാനിതാ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചിടണ വീഡിയോ ഒന്നും ഇതിലെടുക്കാൻ പറ്റിയിട്ടില്ല. അതിസാഹസികമായിട്ടാണ് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടില്ല, ഇതേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പുറം ഒന്ന് തിരിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇരിക്കും. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കട്ടോ. ആ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട ഭാഗം അടിയിലായി പോയിട്ടുണ്ട്, പിന്നെ തിരിച്ചിട്ടപ്പോഴും സാരമില്ല. എന്തായാലും അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. സംഭവം പറയാതിരിക്കാൻ തന്നെ വയ്യ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി ആരെങ്കിലും ഏറെക്കുറെ ആൾക്കാരൊക്കെ ഉണ്ടാക്കി കഴിച്ചോരേക്കാരും ആരെങ്കിലും ഇതേപോലത്തെ പോൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി നല്ലൊരു പുതിയ റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇതേപോലെ നിങ്ങളെ മുന്നിലേക്ക് വീണ്ടും വരാം. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ പഴയ എല്ലാ കൂട്ടുകാരും പുതിയ കൂട്ടുകാരൊക്കെ കമൻറ്റ് ഇടാനും ലൈക്ക് തരാനും മറക്കല്ലേ. ബൈ ഫ്രണ്ട്സ്.